കേരളത്തിന്റെ മണ്ണിലേക്ക് കരയും കടലും കഥ പറയുന്ന കൊടുങ്ങല്ലൂരിന്റെ തീരത്തിലൂടെ കടന്നു വരികയുണ്ടായി. ആ കാലഘട്ടം മുതൽ ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അതരമണികൾ അനുധാപനം ചെയ്ത അനുചരവൃന്ദം, അതായത് സ്വഹാബത്തും പറഞ്ഞു പഠിപ്പിച്ചു പ്രവർത്തിച്ചു കാണിച്ച ദീനുൽ ഇസ്ലാമിന്റെ സത്യമായ സത്തയിൽ നൂറ്റാണ്ടുകളോളം ഈ ഉമ്മത്ത് മുന്നോട്ട് പോവുകയുണ്ടായി. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, പലപ്പോഴായി പറഞ്ഞതാണെങ്കിൽ കൂടി 1920 ആദ്യത്തിൽ മലബാർ കലാപത്തിന്റെ മറ പിടിച്ച് പുത്തൻ വാദികളോട് രംഗത്ത് വരികയുണ്ടായി. നൂറ്റാണ്ടുകളോളം പവിത്രമായി നാം നെഞ്ചോട് ചേർത്തിരുന്ന, പുണ്യമായി നാം കണ്ടിരുന്ന ആചാരങ്ങളെ അനാചാരങ്ങളാണെന്ന് പറഞ്ഞ് വിദ്യത്തിന്റെ തിട്ടൂരങ്ങളുമായി കടന്നു വന്നപ്പോഴാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദീനിയാത്തിന്റെ ദീപാങ്കുരപ്രഭയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അതിമഹത്തായ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് വേണ്ടി, കാലഘട്ടത്തിന് അനിവാര്യമായി പിറന്ന പിറവിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് വേണ്ടി ഒട്ടനേകം സൂഫിയാക്കൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, അതിലെല്ലാം ഉപരി ഔലിയാക്കളുടെ പ്രാർത്ഥനയുടെ അവിശ്രമ പരിശ്രമത്തിന്റെ അടയാളം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമാധ്യക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാം. അനുഗ്രഹത്തിന്റെ പുണ്ടിങ്ങൾ പോലെ മാമലനാടിന് ലഭിച്ച പാണ്ഡിത്യ പ്രതിഭയായ അഹ്ലുബൈത്തിന്റെ സുഹൃത സാന്നിധ്യമായ അലറിയടിക്കുന്ന അലകടലിനോട് ഒരു ചൂണ്ടുവിരൽ കാണിച്ച് അടങ്ങുകടലെ എന്ന് പറഞ്ഞ അത്ഭുതം കാട്ടിയ സാഹിബുൽ കറാമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, അവരുടെ മത നമുക്ക് പ്രദാനം ചെയ്യട്ടെ, അവർ കൂടെ നമ്മൾ സ്വർഗത്തിൽ ചേർക്കട്ടെ. ആ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പിറവിയിൽ തന്നെ അത്ഭുതം കാണിച്ച മഹാനാണ്. വരക്കൽ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, പട്ടാപ്പകൽ അമ്പരമാറി ചന്ദ്രൻ പ്രകാശിച്ചതായി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിറവിയെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. പിറവിയിൽ തന്നെ അത്ഭുതം കാട്ടിയ മഹാജ്ഞാനിയായ, ആലിമായ, ആബിദായ, സൂഫിയായ വരക്കൽ തങ്ങളിലൂടെ പ്രഥമ പ്രസിഡന്റായി വരക്കൽ തങ്ങൾ വരുമ്പോ മഹാനവരുടെ പ്രവർത്തനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ മഹത്തായ സംഘടനയുടെ അനുഗ്രഹീതമായ കൊടിയടയാളം മഹദി ഇമാമിന്റെ കരങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് ഹാലിക്കായ റബ്ബിനെ പേടിച്ച് ജീവിച്ചു മറഞ്ഞുപോയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അഭിമാനിക്കാം, നമുക്കൊക്കെ സന്തോഷിക്കാം. അതിനപ്പുറത്തേക്ക് നമുക്കൊക്കെ സംരക്ഷണത്തിന്റെ കാവലിൽ കവചത്തിന്റെ കോട്ട തീർക്കാം. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ സിറാത്ത്, സത്യസിറാത്ത്, അഹ്ലുസുന്ന എന്ന അഹ്ലുൽ ജന്നയുടെ പാരമ്പര്യത്തിന്റെ പന്ഥാവിൽ പാരമ്പര്യം പൂരിപ്പിക്കുകയാണ് സമസ്ത. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൊടികീഴിൽ നിൽക്കുമ്പോ, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം ചേർത്ത് പിടിക്കുമ്പോ, ഈ പ്രസ്ഥാനത്തിന്റെ മഹത്തായ സന്ദേശം വിളിച്ചു പറയുമ്പോ അഭിമാനം ഉണ്ടാവണം. കാരണം പരിശുദ്ധരായ സ്വഹാബത്ത് ബദറിലും ഉഹദിലും ഖൈബറിലും ഖന്തക്കിലുമൊക്കെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചോര ചിന്തി പിടഞ്ഞു വിളിച്ചു കൊമ്പുകുലുക്കി കടന്നു വന്ന അഹങ്കാരത്തെ നമുക്കറിയാമല്ലോ. ഇസ്ലാമിക ആശയം പവിത്രമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ സ്വീകാര്യമായ മതം വിശുദ്ധമായ ദീനാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പരമപരിശുദ്ധമായ ഈ സിറാത്തുൽ മുസ്തഖീമായ ഇസ്ലാമിന്റെ ആശയത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും അനുഗ്രഹീതരാവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആദർശ വിശുദ്ധ നൂറ്റാണ്ടിലൂടെ എന്ന ഈ മഹത്തായ പ്രമേയത്തെ കുറിച്ച് തന്നെയാണ്. 100 വർഷം പിന്നിട്ട പ്രസ്ഥാനത്തിന്റെ പ്രമേയം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ്. 100 വർഷം, അതായത് 1 നൂറ്റാണ്ട് പിന്നിട്ട പ്രസ്ഥാനം. സമസ്തയുടെ പിറവിയുണ്ട് 100, ആദർശം കൊണ്ട് 15 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതനായ സൃഷ്ടി, അനമിൻ നൂറില്ല വകുല്ലി ശൈഇൻ മിൻ നൂരി, ഞാൻ അല്ലാഹുവിന്റെ പ്രഭയിൽ നിന്നാണ്, പ്രപഞ്ച പരിപാലകന്റെ പ്രഭയിൽ നിന്ന് പ്രാപുൽഭവിച്ചവനാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ. വിശേഷങ്ങൾക്കപ്പുറത്തെ പുണ്യവാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതീവ രഹസ്യങ്ങളുടെ അതീന്ദ്രിയ ലോകമായ അല്ലാഹുവിന്റെ സന്നിധി സനിയാത്തുൽ ബിദായിന്റെ ഊഷ്മളതയിലേക്ക് മിഅ്റാജിന്റെ രാവിലെ വരവേൽപ്പ് നൽകി പകർന്നൂറിന്റെ സമീപത്ത് നിന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ പോലും വഴിമാറി നിന്ന് 70 മറകൾക്കപ്പുറം ചെന്ന് ജബ്ബാറായ റബ്ബിനെ കണ്ട് നേരിട്ട് സംസാരിച്ച ഒരു പ്രപഞ്ചത്തിന്റെ ഇൻസാനുൽ കാമിലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് പ്രവർത്തിച്ചു കാണിച്ച സുന്ദരമായ ഒരു സന്ദേശമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയുന്നത്, ആദർശം പറയുന്നത് പൂർവികരായ മഹാത്മാക്കൾ പകർന്നേകിയ പോരാട്ടത്തിന്റെ കരിമ കൊണ്ടാണ്. സമസ്തയുടെ സ്ഥാപിത കാലഘട്ടങ്ങളിൽ എത്രമാത്രം ത്യാഗങ്ങളാണ് അവർ സഹിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ, പതിയാറകത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ആദർശതീയനെ കുറിച്ച് വികൃതർ മുജാഹിദ് ജമാഅത്തുകാരൊക്കെ അവരുടെ ആശയങ്ങൾ പറയുന്ന വേദിയിലേക്ക് ഒരു മഖ്ലൂക്കിനെയും പേടിക്കാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ഭയന്നുകൊണ്ട് സ്വന്തമായി കെട്ടിവെച്ച വാഹനത്തിന് മുകളിൽ കാഹളവും പിടിപ്പിച്ച് ഓടിച്ചെന്ന് അവർക്കിടയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിന്റെ ആദർശം പറയാൻ ആർജവം കാട്ടിയ ആൺകുട്ടികളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത്. ആ മഹത്തായ പന്താവിനെയാണ് നമ്മൾ നെഞ്ചു ചേർത്ത് വെക്കുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിന്റെ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് യമൻ പ്രദേശക്കാർ ദുആ ചെയ്യുന്ന ചരിത്രം നമുക്കറിയാം. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, യമനുകാർക്ക് ബർക്കത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഷാമുകാരും പറയുന്നുണ്ട് ഹബീബ് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ ഫീ യമനിനാ എന്ന് പറയുന്നു. അവർക്ക് അനുഗ്രഹം ചോദിക്കുമ്പോൾ നജിദുകാർ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിനും ഷാമിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മൂന്നാം തവണയും പറയുമ്പോഴാണ് അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് മുളക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നജിദിൽ നിന്നാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വൈബിയച്ച നജിദിയൻ സിദ്ധാന്തങ്ങളുമായി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വന്നവരുണ്ട്. ജമാലുദ്ദീൻ അബ്ദാനിയെ പോലെ, മുഹമ്മദ് അബ്ദുവിനെ പോലെ, റഷീദിനെ പോലെ പുത്തൻ ഭാരത്തിന്റെ പുഴുക്കുത്തേറ്റ് ചീതലിച്ച ആശയമായി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വന്നവരുണ്ട്. പരമപരിശുദ്ധമായ ആശയത്തിന് മുന്നിൽ വികലമായ ആശയങ്ങളുമായി വികൃതി തീർക്കാൻ കടന്നു വന്നവരുണ്ട്. അവർക്ക് മുന്നിൽ അഖിലുസുന്ന എന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമർത്ഥമായ ആദർശവുമായി പ്രതിബന്ധങ്ങളിൽ തളരാതെ തകരാതെ ചിതറാതെ പതരാതെ അഖിലുസുന്നയാണ് അഖിലുൽ ജന്ന എന്ന് ആണയിട്ടും ആണായിട്ടും പറഞ്ഞ സൂക്ഷ്മജ്ഞാനികളായ സൂഫിയാക്കൾ പോരാടിയതിന്റെ ആദർശത്തിന്റെ പോരാട്ടം നടത്തുന്ന ചിത്രമാണ് നമ്മൾ നീ അനുഭവിക്കുന്ന സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഈ സമസ്തയുടെ മഹിമ പറയുമ്പോൾ ആദർശ വിശുദ്ധിയുടെ ഗരിമ മാത്രമല്ല തികഞ്ഞ അച്ചടക്കം കൂടി നമുക്ക് പറയാനുണ്ട്. കാരണം 11,000 മദ്രസകൾ സമസ്തയുടെ കീഴിലുണ്ട്. ഈ മദ്രസയിലെ 1ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ഒരു കുട്ടി ഒന്നാമത്തെ പാഠമായി ഒന്നാമതായി പറയുന്ന അദ്ദപുണ്യം എന്നാണ് മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു തന്നെ അവകാശങ്ങളെ കൈയെടുക്കരുത്, ആരെയും ആക്രമിക്കരുത്, ആരെയും അധിക്ഷേപിക്കരുത്, എന്തിന് അന്യായമായിട്ട് ഒരു മരം പോലും വിളിക്കരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധമായ ദീനിന്റെ മഹത്തായ തത്വങ്ങൾ അംഗീകരിക്കുന്നവരാണ് നമ്മൾ. ഞാൻ ചുരുക്കുകയാണ്, സമയം ദീർഘിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മഹത്തായ ഈ അനുഗ്രഹീതമായ ആശയത്തെ നെഞ്ചു ചേർത്ത് വെക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏതുകാലത്തും ഏതൊരു നല്ല പ്രസ്ഥാനത്തിനും എതിരാളികളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും, ആരോപണങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാന്മാരുണ്ട്. മഹാനായ വരക്കൽ മുല്ലക്കോട് തങ്ങളെ പോലത്തെ ആത്മജ്ഞാനത്തിന്റെ പ്രകാശപ്രഭാവമായ കായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോലത്തെ മുസ്ലിം കേരളയുടെ ആത്മീയ പ്രകാശത്തിന്റെ കലാവിളക്കായ പാണക്കാട് PMS തങ്ങളെന്ന മഹാത്മാവിനെ പോലത്തെ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ സൗഹൃദത്തിന്റെ മന്ദഹാസം തീർത്ത് കാലയവരെക്കുള്ളിൽ പരന്റെ വിധിക്കുത്തരം നൽകി പരലോകത്തേക്ക് പറന്നുപോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ ആദർശകരനോട് ഉമറും മലിയുമായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ പോലെ അനുഗ്രഹീതമായ ഈ 100ാം വാർഷികത്തിന്റെ സന്തോഷത്തെ 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മഹാനായ മജ്ലിസിന് വിജായത്ത് നൽകിയ കേരളം കണ്ട ഏറ്റവും വലിയ ആത്മജ്ഞാനികളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആറ്റപ്പൂ അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാന്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലത്തെ മഹാന്മാർ പകർന്നേകിയ ഒരു പാതയുണ്ട്. പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെ സ്നേഹനിലാവുകൾ ഹൃദയം ചേർത്തു വെച്ച പ്രസ്ഥാനമാണ്. അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, പാണക്കാട് സദാത്യങ്ങൾ നമ്മുടെ നേതാക്കളാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അവിശ്രമ പരിശ്രമം നടത്തിയവരാണ്. SKSF-ന്റെ വിദ്യാർത്ഥി പടയണിയുടെ ചരിത്രം പരിശോധിച്ചാലും ആ മഹാത്മാക്കൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് എന്നും നമുക്കുള്ളത്. അതോടൊപ്പം പറയാനുള്ളത് അഖിലുസുന്ന എന്ന ആദർശത്തിനെതിരെ വന്നാൽ അവിടെ നമ്മൾ കുലജാത മഹിമകൾക്കപ്പുറത്തേക്ക് പരിശുദ്ധ ദീനിന്റെ ആദർശത്തിന് വില കൊടുക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നേരിന്റെ ചാര നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി ഒരു കാര്യം കൂടി. ഇസ്ലാമിനെ പൊതുവെ ചിത്രീകരിക്കുന്ന വർഗീയമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെയൊക്കെ പള്ളിക്കൂടങ്ങളിൽ വർഗീയത പഠിപ്പിക്കുന്നു, മതാന്ധത പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയണം രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണ്
എന്നാണ് നമ്മുടെ മദ്രസകളെ പഠിപ്പിക്കുന്നത്. നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും നീ അവനെ ബഹുമാനിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവിശ്വാസിയായ അയൽവാസിയാണെങ്കിൽ പോലും അവനെ ഗൗനിക്കാതെ വാർന്നത്ത് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാതകളൊക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുക പ്രിയപ്പെട്ടവരെ. അവസാനിപ്പിക്കുന്നു. 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് കുണിയയിലാണ്. നമ്മുടെ നായകൻ ഉമ്മത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഉടയവനായ തമ്പുരാൻ കനിഞ്ഞേകിയ അവതാരം മഹാനായ ശംസുല്ലമായി നെഞ്ചോട് ചേർത്ത് വെച്ച പുന്നാര പിരിശത്തിന്റെ പൂങ്കനിലുണ്ട്. മഹാനായ റയീസുൽ മുഅ്മിനീൻ മൗലാന കഞ്ഞത്ത് ഉസ്താദിന്റെ അടുത്ത് പോയി കിതാബ് ഓതി കൊടുക്കുന്നവരിൽ നിന്ന്, കിതാബിന്റെ ഇബാറത്ത് വായിക്കുന്നവരിൽ നിന്നും ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കൈകളിലേക്ക് അവിടുത്തെ അനുഗ്രഹീതമായ കൈകൾ, നമ്മൾ പറയാറുണ്ട് കഞ്ഞത്ത് ഉസ്താദിനെ കുറിച്ച്, കർമ്മങ്ങളിൽ കറാഹത്തിന്റെ കറ പോലും കൊള്ളാത്ത ആ കരങ്ങൾ കൊണ്ട് തലയിൽ കൈവച്ച് അല്ലാഹു മുബാരിക ഫീൽമിക, നിങ്ങളുടെ അറിവിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് കഞ്ഞത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചനുഗ്രഹിച്ച നമ്മുടെ അഭിമന്യനായ നായകൻ. നമുക്കറിയാമല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, എത്രയോ ചിത്രതകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇത്തരം ചിത്രതകൾക്കും പ്രശ്നങ്ങൾക്കും ആക്കം കൂട്ടാൻ വേണ്ടി വട്ടം കൂടി വരുന്ന ചാനൽ പയ്യന്മാരെയും അതുപോലെയുള്ളവരെയൊക്കെ മൂലക്കിരുത്തുന്ന പണ്ഡിത പ്രതിഭയായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന അനുഗ്രഹ നായകന്റെ സമസ്തയുടെ മറ്റാലിമീങ്ങളുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ നമുക്ക് 100ാം വാർഷികം കൊണ്ടാടാം. അല്ലാഹു നല്ലതിനെ കൊള്ളാനും ഉള്ളുകളെ തള്ളാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് അഖൈതമായ കൃതജ്ഞതകൾ നൽകി വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.